ചക്ക പച്ചയ്ക്ക് തിന്നും പുഴുങ്ങി തിന്നും ഒക്കെ മടുത്തു കേട്ടോ. അപ്പോൾ ദേ ഇന്ന് ഏതായാലും കുറച്ച് അടയും കൂടെ അങ്ങനെ ഉണ്ടാക്കി തിന്നും മടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മിച്ച് നമ്മുടെ ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ റവ ഇട്ടിട്ട് ഈ ഒരു ചക്കയുടെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കയുടെ ഉണ്ടാക്കുന്നത് നമ്മുടെ റവയൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് റവ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ചക്ക ഉണ്ടല്ലോ നല്ല പേസ്റ്റായിട്ട് അങ്ങനെ അരച്ചതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂഴിച്ചക്കപ്പഴം ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ അരച്ചേർക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചധികം തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അച്ചൂസ് ശർക്കര തിന്നാനായിട്ട് അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കായിട്ട് ഇത് കുറച്ച് ഏലക്കയും കൂടെ അങ്ങനെ പൊടിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാൻ ഏതായാലും കൈ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് നമ്മുടെ മിക്സ് ഒക്കെ അങ്ങോട്ട് വെച്ചതിന് ശേഷം നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെന്ത് നല്ല സെറ്റായിട്ട് തന്നെ നമ്മുടെ അട അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയൊരു കട്ടനൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ അത്രേ